സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് ഈ ചെറുപ്പക്കാരനാണ്. ഇവനാണ് ഇവൾക്ക് മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ റീചാർജ് ചെയ്ത് എല്ലാ നിലക്കും ചാർജ് കൂടിയപ്പോൾ അവസാനം പെണ്ണ് ഗർഭിണിയായിട്ട് പ്രസവം നടന്നു. 5 വയസ്സ് വരെ എത്തി. ഈ കുട്ടിക്ക് ആ കുട്ടിയുമായിട്ടാണ് വന്ന് പറയുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് സംഭവം നമ്മുടെ നാട്ടിലും വീട്ടിലും നമ്മുടെ സമൂഹങ്ങളിലും. ഇതിപ്പോ അമേരിക്കയിലും ഡൽഹിയിലും ഒന്നുമല്ല, നമ്മളെ നാട്ടില്, നമ്മളെ വീട്ടില്, നമ്മളെ പൊരന്റെ ഉള്ളില് ഇതുപോലെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആയിരക്കണക്കിന് സിന നടക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികളുടെ കയ്യിൽ, ചെറിയ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലും മൊബൈലാണ്. ആ മൊബൈൽ ഇന്ന് പഴയ കാലത്ത് ഒരു അമ്മിക്കുട്ടിന്റെ മായിൽ പഴയ കാലത്തുണ്ടായിരുന്നു. മൊബൈൽ ഇറങ്ങിയപ്പോ ഒരു നോക്കിയന്റെ സെറ്റ്. അതിൽ പിന്നെ മറ്റുള്ളതൊന്നും കിട്ടൂല, ക്യാമറയും കുമറൊന്നുമില്ല. ഫോൺ വരുമ്പോ എടുക്കുക, ഫോൺ എടുക്കലും വിളിക്കാണ്ടേ നിൽക്കുക. ഇന്നിപ്പോ അങ്ങനല്ല, ഒരു കമ്പ്യൂട്ടറിന്റെ മുഴു സംവിധാനങ്ങളുമുള്ള നിലക്കാണ് മൊബൈലുകൾ സംവിധാനിച്ചിട്ടുള്ളത്. ആ മൊബൈലാണ് നമ്മളെ കുട്ടികളുടെ കയ്യിൽ. ഇതിലൊന്ന് വരാത്തതൊന്നുമില്ല. നെറ്റാണ്, എല്ലാവരുടെയിലും നെറ്റ് ഓപ്പണാണ്. ഇന്റർനെറ്റിൽ ബ്ലൂ ഫിലിം വന്നിട്ട് ആ ബ്ലൂ ഫിലിം നോക്കിയിട്ട് 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ സ്വന്തം സഹോദരിയുടെ മേൽ കയറാൻ പോലും മടിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. നമ്മോട് വന്ന് പറയുന്നതാണ്. എനിക്കറിയാം, ആയിരക്കണക്കിന് സംഭവം എന്റെ കൽബിലുണ്ട്. എന്റെ നാവിൽ നിന്ന് പുറത്തുവിട്ടാൽ കുടുംബം തമ്മിൽ തെറ്റിപ്പിരിയുന്ന 1000 സംഭവം എന്റെ മുമ്പിലുണ്ട്. കുടുംബം തമ്മിൽ കത്തിക്കുത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ട്. അത് ചെയ്ത ആളുകൾ നമ്മളെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇതിൽ നിന്നൊന്ന് ഒഴിവാകാൻ എന്ത് മാർഗം എന്ന് ചോദിച്ചിട്ടാണ് എഴുത്തു വരുന്നത്. 44ഓളം വയസ്സുള്ള ഒരു ഉമ്മ, മുസ്ലിം തറവാട്ടിലെ ഉമ്മ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ. പിന്നെ പറയണ്ടല്ലോ, മറ്റു നിസ്കാരം, റവാത്തിബ് സുന്നത്തും ഫർദ് നിസ്കാരം ഒക്കെ മുറ പോലെ വക്തിലുണ്ട്. ആ ഉമ്മയാണ് പറയുന്നത്, തങ്ങളെ തെറ്റിപ്പോയതാണ്, എഴുതിക്കൊണ്ടുവന്ന ഇതാണ്. ഞാനിങ്ങനെ ആവേണ്ട സ്ത്രീയല്ല, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണ്. പക്ഷേ എന്റെ വീട്ടിൽ ഞാനും എന്റെ മകനും എന്റെ ഭർത്താവും ഗൾഫിലാണ്. എന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാരും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിലുള്ള അയൽവക്കക്കാരനായ ചെറുപ്പക്കാരൻ 24 വയസ്സുള്ള മകനുണ്ട് ഈ ഉമ്മക്ക്. ഈ ചെറുപ്പക്കാരനുമായിട്ട് ഈ ഉമ്മ അവിഹിത ബന്ധത്തിലേർപ്പെട്ടിട്ട് പറയാണ് ലാസ്റ്റ്, ഇവൻ വരാറുണ്ട് എന്റെ വീട്ടിൽ എന്നെഴുതിയിട്ട് അവസാനം പറഞ്ഞു, ഇവനോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് എടുത്തുപോകാൻ തങ്ങളെന്തെങ്കിലും ദിക്റ് പറഞ്ഞു തരണമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാര്, നമ്മളെ പെൺകുട്ടികളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ആൺകുട്ടികളെ സൂക്ഷിക്കണം. മൊബൈൽ കൊണ്ടു നടക്കുന്ന കുട്ടികളെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ടൊന്നെങ്കിൽ നീ സൂക്ഷിച്ചു വെച്ചോ, അല്ലെങ്കിൽ അത് എറിഞ്ഞു പൊട്ടിച്ചോ. എങ്കിലും നിനക്ക് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അസ്ഹാബും അതാ രക്തം ചിന്തിയിട്ട് കൈമാറി തന്ന ദീനിനെ നമുക്ക് മലീമസമാക്കാതിരിക്കാമല്ലോ, സന്തോഷത്തോടെ ഈമാനിൽ പോകാമല്ലോ. അതുകൊണ്ട് മുസ്ലിം സമൂഹമേ ജാഗ്രത. ഈ ഹറാമിന്റെ പ്രവർത്തനം നമ്മളെ നാട്ടിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ പെൺമക്കളിൽ, നമ്മുടെ ഉമ്മമാരിൽ, നമ്മുടെ സഹോദരിമാരിൽ ഇതൊന്നും നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മുസ്ലിം പെൺകുട്ടികൾ, നിങ്ങളെ കർണാടകക്കാര് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾ നല്ല ബുർക്ക ധരിച്ചിട്ട് ആ ബുർക്ക ഒന്ന് അയച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ബുർക്ക ഒന്ന് അയച്ചാൽ അതിന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ നൈറ്റ് ഡ്രസ്സുകളെ പോലെ ഹാഫ് കൈ ചുരിദാറുകളും മിടികളും, ഇപ്പൊ പുതിയ പേര് എനിക്കൊന്നും അറിഞ്ഞൂടാ, ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് മൊബൈലിനെ ദുരുപയോഗം ചെയ്തിട്ട് മിസ്കാളും മെസ്സേജും അന്യ പുരുഷന് കൊടുത്തിട്ട് ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട് ടൈറ്റ് ഫിറ്റ് ബുർക്ക ധരിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു നമ്മളെ മുസ്ലിം പെൺകുട്ടികൾ, നമ്മുടെ മുസ്ലിം ഉമ്മമാർ. ഉപ്പനങ്ങാടി സിറ്റിയിലും മറ്റ് മംഗലാപുരം ടൗണിലും മറ്റ് സൂക്കുകളിലൊക്കെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് നമ്മളെ പെണ്ണുങ്ങന്മാര്. മുടി കട്ട് ചെയ്യാണ്, ഷാമ്പു തേച്ച് പാർപ്പിക്കുകയാണ്, മുഖത്ത് മേക്കപ്പ് നടത്തുകയാണ്, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരയ്ക്കാണ്. എന്നിട്ട് അള്ള പൊരുത്തപ്പെടാത്ത ആൽബം കാസറ്റിലെ ടൂൺസുകൾ, ഞാൻ നിന്റേത്, നീ എന്റേത്, നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, ഞാൻ ഇല്ലാതെ നിനക്ക് പറ്റൂല, ഏകദേശം മൊബൈലുകളും അതിലെ ചിപ്പുകളിൽ കയറ്റി വച്ചിരിക്കുന്ന സിനിമാ ഗാനങ്ങൾ, സീരിയലുകൾ, അതുപോലെ തന്നെ ആൽബം പാട്ടുകൾ, സിന അറിയിക്കുന്ന പാട്ടുകൾ. മരിച്ച വീട്ടിൽ അപകടം സംഭവിച്ചിട്ട് നമ്മളൊരു മയ്യത്തിന്റെ എത്തിയിട്ട് ആ കുടുംബം മൊത്തം വേദനിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ആക്സിഡന്റ് 2 വീലർ അപകടത്തിൽ മരിച്ചതാണ്. ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതിയിട്ട്
അതേ ബിറബ്ബിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതുന്ന സമയത്താണ് വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഫോൺ വരികയാണ്. തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് ഫോൺ വരുന്നു. ഞാനത് അന്വേഷിച്ചു അതിന്റെ ശേഷം. അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് വരുന്ന ടൂൺസുകൾ ഞാനീ പറഞ്ഞ പാട്ടാണ്. എനിക്ക് ഇതുപോലല്ല അതിന്റെ വ്യക്തമായ രൂപത്തിൽ. ഞാൻ നിന്റേത്, നീ എന്റേത്, ഞാൻ ഇല്ലാതെ നിനക്ക് പറ്റൂല, നീ ഇല്ലാതെ എനിക്കും പറ്റൂല എന്ന വ്യഭിചാരമറിയിക്കുന്ന, പരസ്യമായിട്ട് വ്യഭിചാരമറിയിക്കുന്ന ടൂൺസുകൾ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, അത് മരിച്ച മയ്യത്തിന്റെ മുമ്പെന്നാണ് കോൾ വരുന്നതെങ്കിൽ അവിടെ അതാ അടിക്കാണ്. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത്, ജുമാ നടക്കുന്ന, ഖുതുബ നടക്കുന്ന, സ്വലാത്ത് നടക്കുന്ന, ദിക്ർ നടക്കുന്ന, ആലിമീങ്ങളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ നല്ല നല്ല സദസ്സും ഖബറിലേക്ക് മയ്യത്തെടുത്തു വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ട് വേദനയോടെ അവസാന നിലക്ക് വേർപിരിയുന്ന സമയത്തും ഇവന്റെ മൊബൈലിലേക്ക് കാള് വരുമ്പോ ഈ ടൂൺസാണ്. ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, ഇത്തരം തമ്മാടികൾ ഒരു പുരയിൽ നിന്റെ മകനായിട്ട് ജനിച്ചു വളർന്നാൽ, നിന്റെ മകളായിട്ട് ജനിച്ചു വളർന്നാൽ, നിന്റെ ഭാര്യയായിട്ടുണ്ടായാൽ, നിന്റെ പെങ്ങളായിട്ടുണ്ടായാൽ, നിന്റെ ഉമ്മയായിട്ടുണ്ടായാൽ, ആ പുരയിൽ താമസിക്കുന്ന ഒരാൾക്കും അല്ലാഹ് സമാധാനം കൊടുക്കൂല, റബ്ബ് സന്തോഷം കൊടുക്കൂല. അതുകൊണ്ട് ഖുർആൻ ശക്തമായ ഭാഷയിൽ താക്കീതോടെ തെറ്റാണെന്ന് സമർത്ഥിച്ച വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഒരു നിലക്ക് മാത്രമല്ല വ്യഭിചാരം, അതേ പാതിരാത്രികളിൽ പോലും അന്യ പെൺകുട്ടികളും ആൺകുട്ടികളും മെസ്സേജ് കൈമാറുകയാണ്. ഇപ്പല്ലേ ഒരു കുന്തം വാട്സപ്പ്, ഏത് ചപ്പാണത്? ആ ചപ്പിലൂടെ വരാത്ത തോന്നിവാസമില്ല. ഇതും ഉപയോഗിച്ച് നെറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന് പകരം തോന്നിവാസത്തിനും വേണ്ടി മൊബൈൽ റീചാർജ് ആക്കിയിട്ട് പണം ചെലവഴിക്കാൻ അനുവദിക്കുന്ന ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, അങ്ങനെ അതാ അടിമകളായിട്ട് നടക്കുന്ന പെണ്ണുങ്ങന്മാരെ, അല്ലാഹ് നിങ്ങളെ പൊറുക്കൂലട്ടോ. അൽ ഐനാനി സിനാഹുമാ അൻ-നളർ, കണ്ണിന്റെ വ്യഭിചാരാണടാ നോട്ടം, കൈയിന്റത് പിടുത്താണ്, കൽബിന്റത് ചിന്തയാണ്, കാലിന്റത് നടത്താണ്. ഇങ്ങനെ ഓരോ അഅ്ദാകൾക്കും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാണ് പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരത്തിന്റെ വഴി ചിന്തിച്ചുകൂടാ, പറ്റൂല. അപ്പണി മാന്യന്മാർക്ക് പറ്റൂല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്ന സമയത്ത് അന്യ പെണ്ണിന് ഫോൺ ചെയ്യുമ്പോ, അന്യ പുരുഷന് ഫോൺ ചെയ്യുമ്പോ നിനക്ക് അറ്റാക്ക് വന്നാൽ, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ അപകടം സംഭവിച്ച് നടുറോട്ടിൽ നീ ചത്താൽ, അത് ഈമാനില്ലാതെയാണ് ചത്തുപോകുന്നത്, ഓർത്തുവെച്ചോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, വ്യഭിചാരത്തിലായിട്ട് ഒടുങ്ങുന്ന ജീവൻ, അസമയത്ത് സംഭവിക്കുന്ന മരണം, അത് ഈമാനില്ലാത്ത മരണാണ്. അതുകൊണ്ടാണ് ഞാൻ ഗൗരവത്തിൽ ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് പറ്റൂല. ഈ മിസ് കാൾ നിർത്തണം, ഈ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്യണം, ഈ വാട്സപ്പ് നിർത്തണം, ഇന്റർനെറ്റിന്റെ ദുരുപയോഗം നിർത്തണം, മൊബൈലിന്റെ ദുരുപയോഗം നിർത്തണം. നിർത്തിയില്ലെങ്കിൽ അതേ പലരും വന്നിട്ട് പറയാണ്, തങ്ങളെ വലിയ സമ്പത്ത്, നല്ല ബിസിനസ്സുകാരനാണ് ഞാൻ, എനിക്ക് എത്ര ബിസിനസ്സിൽ 10,000 ലക്ഷക്കണക്കിന് ഉറുപ്യ ബാലൻസ് വരുന്നുണ്ട്, പക്ഷെ കയ്യിൽ കാണുന്നില്ല. എവിടെ പോയടാ അത്? നീ പോയാൽ കൊണ്ടിട്ടോ, കടൽ കൊണ്ടുപോയിട്ട് ഒഴിക്കോ, അല്ലെങ്കിൽ ജിന്ന് വന്നോ? ഇല്ലല്ലോ. നിന്റെ മകനോ, നിന്റെ മകളോ, നിന്റെ ഭാര്യയോ, നിന്റെ ഉമ്മയോ, നിന്റെ പെങ്ങളോ, നീയോ, അന്യ പുരുഷനോ അന്യ സ്ത്രീക്കോ അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ഇതുപോലെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധമുണ്ടോ, ഹറാമായ സ്നേഹമുണ്ടോ? അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്, അമാ അലിംതും അന്ന സിനാ യൂരിഫുൽ ഇഫ്തിഖാർ, അറിയോ നിങ്ങൾക്ക് വ്യഭിചാരവുമായിട്ട് ആര് ബന്ധപ്പെട്ടാലും അവരെ അല്ലാഹ് പരമദരിദ്രരാക്കുന്നതാണ്. കഠിനമായ നിലക്ക് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂ. അതുകൊണ്ട് ഉമ്മമാരെ, ഹറാമിന്റെ സ്നേഹം, ഹറാമിന്റെ ബന്ധം, ഹറാമിന്റെ മൊബൈൽ ഉപയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. ചെറുപ്പക്കാരെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണവന്മാരെ സ്റ്റോപ്പ് ചെയ്യണം. മക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അൻഫുസകും വഅഹ്ലീകും
അലൈക്കും നാറാ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ അഹ്ലുകാരുമായിട്ടുള്ള ഹക്കിനെ അതാ ചർച്ച ചെയ്ത് വിശദീകരിച്ച് എത്രയാണ് രേഖപ്പെടുത്തിയത്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി, ഇമാം തബരി രേഖപ്പെടുത്തി, മറ്റു മുഫസ്സിരീങ്ങൾ നീണ്ടെഴുതി. അതുകൊണ്ട് അഹ്ലുകാരുമായിട്ടുള്ള ബന്ധം അത് വലുതാണ് കേട്ടോ. സ്വന്തം നന്നായാൽ പോരാ, എല്ലാവരെയും ശ്രദ്ധിക്കാനുള്ള ഹക്കും കൂടെ അള്ളാഹ് നമ്മുടെ ചുമതലയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനോടെ ജീവിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരാ, ഖിയാമത്ത് നാളിന്റെ വലിയ അടുത്ത അടയാളങ്ങൾ പറഞ്ഞല്ലോ. വയക്തുറു സിനാ വയക്തുറു ശുർബുൽ ഖംർ. ചെറുപ്പക്കാര് കുട്ടിയാള് കഞ്ചാവ് വലിക്കാണ്, ഹാൻസ് വെക്കാണ്, പാൻപരാഗ് ചവക്കാണ്, മധു ചവക്കാണ്, ലഹരിയുമായിട്ട് ഉപയോഗിക്കാണ്. അള്ളാഹ് പൊരുത്തപ്പെടൂല കേട്ടോ. ഹറാമിന്റെ ആ ലഹരി ഉപയോഗം സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ. ഖുർആന്റെ നിർദ്ദേശം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മുസ്ലിമീങ്ങളെ ഇൻട്രസ്റ്റ് വേണ്ട, പലിശയുമായിട്ട് ബന്ധപ്പെടേണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അസൂയപ്പെടണ്ട, അഹങ്കരിക്കണ്ട, ഉമ്മനെയും വാപ്പനെയും പ്രയാസപ്പെടുത്തണ്ട. ഭാര്യമാരെ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാരെ മനസ്സ് വേദനിപ്പിച്ചാൽ, ബാപ്പയുടെ മനസ്സ് ഇടങ്ങറാക്കിയാൽ, ഇമാമിങ്ങൾ പറയാണ് അമാ അലിംതും അന്ന ഹുഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ. അറിയോടാ നിങ്ങൾക്ക്, ബാപ്പനും ഉമ്മനും പ്രയാസപ്പെടുത്തിയാൽ, ഉമ്മയെയും പ്രയാസപ്പെടുത്തിയാൽ ആയുസ് അല്ലാഹ് ചുരുക്കും. 60 വയസ്സ് വരെ ഒരു പക്ഷെ അല്ലാഹ് നിനക്ക് ഹയാത്ത് കണക്കാക്കിയിട്ടുണ്ടാകും, ഉംറ കണക്കാക്കിയിട്ടുണ്ടാകും. പക്ഷേ 30-ൽ തന്നെ നീ പെടുന്ന ഖബർക്ക് പോവുകയാണ്. ബാപ്പനെ പ്രയാസപ്പെടുത്തിയതാണ്, ഉമ്മനെ വിഷമിപ്പിച്ചതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സീരിയലും സിനിമയും പട്ടുറുമാലും അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു നോട്ടവും വായനവും, റബ്ബ് പൊരുത്തപ്പെടാത്ത കുടിയും, അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഭക്ഷണ രീതികളും, അള്ളാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളും, ഡ്രസ്സിന്റെ വേഷവിധാനങ്ങളും, ഷോപ്പിങ്ങുകളും പർച്ചേസുകളും ഒന്നും വേണ്ട മോനെ. പറയട്ടെ, ദുനിയാവിലെ പ്രശ്നത്തിന് മാത്രല്ല സ്വലാത്ത്. നമ്മളൊക്കെ ഇവിടെ വന്നതെന്തിനാണ്? ഞാനതാണ് പറഞ്ഞത്. നമ്മൾ ദുനിയാവിലെ എല്ലാ അള്ളാഹ് നിശ്ചയിച്ച ടൈമൊക്കെ കഴിഞ്ഞിട്ട് മൗത്തിലേക്ക് അടുക്കുമ്പോൾ സകറാത്തിന്റെ സമയം മലായികത്ത് വന്ന് കാണിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് കാണിക്കുകയാണ്. അറിയോ, പരിചയമുണ്ടോ? ആ സമയത്ത് സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ചിട്ട്, അതേ സാദാത്തുക്കളുടെ ഉലമാന്റെ നേതൃത്വം അംഗീകരിച്ചിട്ട് ഇത്തരം മജ്ലിസുകളിൽ സംബന്ധിക്കുന്ന വിശ്വാസികളാരാ?